എനിക്ക് അത്ര കണ്ട് പരിചിതമല്ലാത്ത ഈ ട്യൂണ ഫിഷിനെ ഞാൻ ഇന്ന് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു കറി വെക്കാൻ പോവാണ്. കറിയല്ല, റോസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി അറിയത്തില്ല എന്ന് പറഞ്ഞപ്പം പ്രിയപ്പെട്ടവർ ഒരുപാട് പേര് എനിക്ക് വീഡിയോസൊക്കെ അയച്ചു തന്നു. ഞാൻ അതിലൊരു റെസിപ്പി ട്രൈ ചെയ്തു. തോരൻ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചൂരമീൻ നമ്മളല്ലാതെ വാങ്ങി കറി വെക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു രീതിയിലൊന്നും നമ്മൾ വാങ്ങിയിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അന്ന് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഒരു ചേച്ചി കൊണ്ടുവന്ന സമ്മാനങ്ങളുടെ കൂട്ടത്തിലിരുന്നതാണ് ഇത് കേട്ടോ. അപ്പോൾ എന്നെക്കൂട്ട് ഇത് ഉണ്ടാക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക്. നല്ല രുചി ഉണ്ടായിരുന്നു. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. അതിനകത്ത് ഞാൻ ഒരു സവാളയും 2-3 ചുവന്നുള്ളി അരിഞ്ഞതും കൂടിയാണ് ചേർത്തത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുനുകുനാന്ന് അരിഞ്ഞതും കൂടി ഉണ്ടായിരുന്നു അതിനകത്ത് കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ മീൻ ചേർക്കുന്ന മസാലകൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി അതെല്ലാം ചേർത്ത് കറിവേപ്പിലയിട്ട് അടച്ചു വെച്ചു. എന്നിട്ട് തക്കാളി ചേർത്തു. പിന്നെ ലാസ്റ്റിൽ ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. നമ്മൾ ഈ ടിന്നിനകത്തുനിന്ന് മീൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഈ സവാളയും മസാലകളും എല്ലാം നല്ലപോലെ വെന്ത് റെഡിയായിട്ട് വരുമ്പോൾ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് ഈ മീനും ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. പിന്നെ സവാളയൊക്കെ വഴറ്റിയ സമയത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് പ്രത്യേകം പറഞ്ഞില്ല എന്നേ ഉള്ളൂ. എരിവൊക്കെ കൂടുതൽ വേണ്ടവർക്ക് പച്ചമുളകും കൂടി ചേർക്കാം, കുരുമുളക് പൊടി ഏറെ ചേർക്കാം, അത് അവരവരുടെ ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അത്താഴത്തിന് ചോറും മോരുകറിയും പർപ്പിൾ ക്യാബേജ് തോരനും നമ്മുടെ സ്പെഷ്യൽ റോസ്റ്റും പിന്നെ ഉപ്പുമാങ്ങയും കൂടിയാണേ.